ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി ദുഷികളെല്ലാം തീരാൻ കാലമായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി കാണാപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി കാണാപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി തേജസ്സോടെ നാം കാണാൻ കാലമായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി അന്തേനുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരെ കാന്തനുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരെ കാലം സമീപം ആയി പ്രിയരെ രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഒരുങ്ങി നിന്നോ തന്നോടുകൂടെ മണിയറയിൽ മണാൻ കാലമായി ഒരുങ്ങി നിന്നോ തന്നോടുകൂടെ മണിയറയിൽ മണാൻ കാലമായി മണിയറയിൽ വാഴാൻ കാലമായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി വാഴും സുദിനം ആസന്നമായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാനായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാനായി മറുരൂപമായി പറന്നിടാനായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി രാജാവിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരായി
കൂടെ നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്പനിമിഷം ധ്യാനിപ്പാൻ സദൃശ്യവാക്യങ്ങൾ 18-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇവിടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ശലോമോൻ ജ്ഞാനി 18-ാമത്തെ അധ്യായത്തിൽ വളരെ അനുഗ്രഹത്തോടെ ജ്ഞാനത്തോടെ പ്രസ്താവിക്കുന്നൊരു കാര്യം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. സ്തോത്രം. അത് ഒരു വ്യക്തിക്കുള്ളതല്ല, സർവജനത്തിനും ഒരു ഗോപുരമായി നിൽക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവം. എല്ലാവർക്കും ഓടിച്ചെല്ലാൻ കഴിയില്ല. നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്നെന്ത് ചെയ്യും? അഭയം പ്രാപിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. നിനക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, അഭിഷക്തനെ, നിങ്ങൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു ഭാരമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഓടിപ്പോകേണ്ടത് ജനത്തിൻ്റെ ഇടയിലേക്കല്ല, ദൈവസന്നിധിയിൽ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, ഈ വ്യാഴാഴ്ച പകലിൽ സ്വർഗം പറയുന്നു, ആമേൻ, ഈ ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ തന്നതേ ആ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചു ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാ ഈ ഒരു വ്യാഴാഴ്ച ദൈവം നമുക്ക് അനുവദിച്ച് തന്നത്. സ്തോത്രം. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുൻപാകെ കടന്നു. ഘോഷിച്ചതു എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരത്തിന് ദയ പാലിക്കുന്നവൻ. ആമേൻ. സ്തോത്രം. ഒരു ദയ പാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എത്രയോ വട്ടം എനിക്കും നിങ്ങൾക്കും ദയ കാണിച്ച ദൈവം. ആമേൻ. 1 വട്ടോ 2 വട്ടോ 1000 വട്ടോ 10,000 വട്ടോ ഒന്നും അല്ല. ഒരു പ്രാവശ്യം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, 6 മാസം കൂടെ നിൽക്കട്ടെ, മേലാൽ ഫലം കാച്ചിലി വെട്ടിക്കളയാം എന്ന് പറഞ്ഞ് 1 വർഷം എത്രയോ പ്രാവശ്യം വെട്ടിക്കളയേണ്ട സ്ഥാനത്ത് നാളെ ഫലം കായ്ക്കും, മറ്റൊന്ന് ശരിയാകും, ക്ലിയറായി പോകും എന്നൊക്കെ കർത്താവ് ചിന്തിച്ചു. സ്തോത്രം. എന്നാൽ ആ ചിന്തകൾക്ക് വിപരീതമായി ദൈവജനം പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. അതാ ഇവിടെ പറഞ്ഞത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നിന്റെ ഏത് വിഷയത്തിലും ഈ ഗോപുരത്തിലേക്ക് ഓടിച്ചെല്ലുക. സപ്പോസ് നിന്നെ ഒരാൾ കൊല്ലാൻ വന്നാൽ പോലും ഇതിനകത്ത് ഓടിക്കേറിയാൽ നിന്നെ കൊല്ലാൻ കഴിയില്ല. സ്തോത്രം. കാരണം ഇത് കർത്താവ് വച്ച ഒരു നീതിയാണ്. നോക്കിക്കേ, ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മൾ കണ്ട് ഈ തലമുറയിൽ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ദൈവമൈതലേ, വ്യക്തികൾ പലപ്പോഴും പറയും അത് നടക്കത്തില്ല എന്ന്. പക്ഷെ നിന്നെ വിളിച്ച
എന്നെ വിളിച്ച ദൈവം പറയുന്നു, ഇന്ന് പകലിൽ നിനക്ക് ഓടി വരാൻ ഗോപുരമാകയാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, ഈ 34-ാമത്തെ അധ്യായം പുറപ്പാട് അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, എന്നാറെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ മധ്യേ നടക്കണമേ. സ്തോത്രം. ഇത് ദുർശാഠ്യമുള്ള ജനം തന്നെ, എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ ആമേൻ സ്വതന്ത്രം അകഭാഷത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവപൈതലേ, ഇന്ന് പകലിൽ ചിലതൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ, ചിലത് ദൈവം ബ്രേക്ക് ചെയ്യുമ്പോൾ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ ഏൽപ്പിക്കപ്പെടേണ്ട ദിവസമാണ്. സ്തോത്രം. മോശ കമണ്ണ് വീണ് ദൈവസന്നിധിയിൽ കരഞ്ഞതുപോലെ ഇന്ന് പകലിൽ ആമേൻ ശലോമോനോട് ചേർന്ന് നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അഭയം പ്രാപിക്കേണ്ട പകലായിരിക്കട്ടെ. നിന്റെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരുന്ന പകലാക്കി ദൈവം തീർക്കട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഈ വിശുദ്ധമായ ദിവസം, ഈ വ്യാഴാഴ്ച ദിവസം കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരവസരം കൂടെ നൽകിയല്ലോ. എത്രയോ ശ്രേഷ്ഠന്മാർ, എത്രയോ സമ്പന്നന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടൊരു പകലായിരുന്നു ദൈവവേദനയെ. പ്രാർത്ഥിക്കുക. എൻ്റെ തലമുറയുടെ തലയിൽ കൈവച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പ കേൾപ്പിച്ച വിലപ്പെട്ട നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. കേൾവിക്കാരായ ജനത്തെ ദൈവം മാനിക്കണം. അവരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുമാറാകണം. അത്ഭുതം ചെയ്യണം. അങ്ങോട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.